ജൽജീവൻ മിഷൻ പ്രതിസന്ധിയെ തുടർന്ന് കരാറുകാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. 500 കോടി രൂപ അനുവദിച്ചതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിച്ചത്. റോഡുകൾ ഉടൻ പുനഃസ്ഥാപിക്കും. കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നായിരുന്നു ഫെബ്രുവരി 1 മുതൽ കരാറുകാർ സമരം തുടങ്ങിയത്. ബാക്കി കുടിശ്ശിക വൈകാതെ അനുവദിക്കണമെന്ന് കരാറുകാർ ആവശ്യപ്പെട്ടു. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണോ? എന്താണ് തീരുമാനം? ഉറപ്പായും റിപ്പോർട്ടർ ടിവിയാണ് ഗ്രാമീണ റോഡുകളിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി കുടിച്ചിട്ട റോഡുകൾ കരാറുകാർ പണിമുടക്കിയതോടെ ഗ്രാമവാസികൾ വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്നുണ്ട്. ഗ്രാമീണ റോഡുകളിലെ യാത്ര നരകതുല്യമാണെന്ന വാർത്ത ലൈവത്തോണായി തന്നെ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ അടിയന്തരമായ 500 കോടി രൂപ സംസ്ഥാന വിഹിതമായി ഈ പദ്ധതിയിലേക്ക് കുടിശ്ശിക നൽകാനായി അനുവദിക്കുകയായിരുന്നു. ഇപ്പോൾ 500 കോടി രൂപ കുടിശ്ശിക അനുവദിച്ചതിന് പിന്നാലെ ഫെബ്രുവരി 1 മുതൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം കരാറുകാർ എടുത്തിരിക്കുകയാണ്. 4000 കോടിയിലധികം രൂപ കരാറുകാർക്ക് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുണ്ട്. 500 കോടിയും കേന്ദ്ര സർക്കാർ വിഹിതമായ 1000 കോടി രൂപയും ലഭ്യമാക്കാനാകുമെന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിവേഗം ഈ റോഡടക്കമുള്ള പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.